സിനിമ എന്ന ഇഷ്ടവിനോദം ചോദ്യോത്തരങ്ങളായിട്ട് മാറുമ്പോൾ സ്ക്രാച്ച് ചാമ്പ്യനിലൂടെ അടുത്തൊരു മത്സരരംഗത്തിന് കൂടി കളമൊരുക്കുകയാണ്. സോ ഇന്ന് സ്ക്രാച്ച് ചാമ്പ്യൻ്റെ വേദിയുള്ളത് കോട്ടയം കുമരകത്തുള്ള KTDC വാട്ടർസ്കേപ്സിലാണ്. സോ ഇന്ന് ആരാണ് മത്സരിക്കാൻ വന്നതെന്നല്ലേ, നമുക്ക് സ്വാഗതം ചെയ്യാം അനന്തു ആൻഡ് ശിവരഞ്ജിനി. എൻ്റെ പേര് അനന്തു, കരുനാഗപ്പള്ളിയാണ് സ്വദേശം. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ആണ് ജോലി ചെയ്യുന്നത്. ഒരു അസ്പയറിങ് ഫിലിം മേക്കറാണ്. കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്ത് സിനിമയും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ശിവരഞ്ജിനി. ഞാൻ വരുന്നത് എറണാകുളത്തു നിന്നാണ്. ഞാനിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് CUTയുടെ PG എൻട്രൻസ് എക്സാം എഴുതിയിട്ട് നിൽക്കുകയാണ്. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഇന്നിവിടെ സൺ സൂര്യ കോമഡിയുടെ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന ഗെയിം ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഞാനും എൻ്റെ ഫ്രണ്ട് അനന്തും കൂടെ വന്നിരിക്കുന്നത്. ഹലോ, നമസ്കാരം. അപ്പൊ എന്തായാലും സിനിമ എന്ന ഇഷ്ടവിനോദം എന്ന് പറയുമ്പോൾ തന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടുപേരും കൂടെ സ്വാഗതം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എപ്പോഴും ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്നവരാണ്, ഒരാൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഡാൻസർ ആയിട്ട് കൂടി കണ്ട ഒരാൾ കൂടിയാണ്. കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഭാഗ്യ നിർഭാഗ്യ പരീക്ഷണം കൂടി നമുക്ക് നടത്താനുണ്ട്. റെഡി? തുടങ്ങണ്ടേ? പിന്നെ യെസ് പ്ലീസ്. സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണെന്ന് പറഞ്ഞു അല്ലെ? സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എങ്ങനെയാണ് ഈ സൗഹൃദം നിങ്ങൾ രണ്ടുപേരുടെ? സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്ത പ്രൊജക്ട് ഏതായിരുന്നു? പ്രൊജക്ട് അങ്ങനെ പറയാനായിട്ട് ഞാനൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് കുട്ടീനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി അന്ന് ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാകാൻ പറ്റില്ല. ബേസിക്കലി ഞങ്ങളുടെ ഒരു ഇത് തുടങ്ങുന്ന വെച്ചാൽ എനിക്ക് UC കോളേജിൽ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് UC കോളേജിൽ ഒരു ലൊക്കേഷൻ വേണമായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ UC കോളേജിൽ ലൊക്കേഷൻ തപ്പി നടക്കുന്ന സമയത്താണ് ഇയാളുടെ പ്രൊഫൈലിൽ ഞാൻ ഒരു ഫോട്ടോ കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ലൊക്കേഷൻ അത് UC കോളേജ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു, എനിക്ക് UC കോളേജിൽ ലൊക്കേഷൻ വേണം, അപ്പോൾ ആരെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവിടുത്തെ സെക്രട്ടറിയുടെ നമ്പർ അയച്ചു തന്നു. വലിയ പിടിപാടുള്ള ആളാണ്. അങ്ങനെ നമ്പർ അയച്ചു തന്നു. പക്ഷെ നടന്നില്ല സംഭവം. എനിക്ക് ലൊക്കേഷൻ കിട്ടിയില്ല. അതെ. അതിനുശേഷം പിന്നെ എനിക്ക് ഞാനൊരു 4 പേരെ വെച്ചിട്ട് 4 സ്ത്രീകളെ വെച്ചിട്ട് ഞാനൊരു വുമൺ എംപവർമെന്റിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ശിവനെ വിളിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സമയത്ത് ആൾക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു കോണ്ടന്റ് ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത്, ഒരു ചെറിയൊരു കോണ്ടന്റ്. ഇനിയിപ്പം അടുത്ത പ്രോജക്റ്റിലേക്കൊക്കെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഒന്നിച്ചത് സിനിമയിലല്ല, ചാനലിലാണ് ആദ്യം അല്ലെ? സ്ക്രാച്ച് ചാമ്പ്യനിലൂടെ 3 റൗണ്ടുകളിലൂടെ ആയിരിക്കും നമ്മൾ പോവുക. ആദ്യത്തെ റൗണ്ടിൽ 30 സെക്കൻഡ്സ് ആയിരിക്കും. അടുത്ത 2 റൗണ്ടുകളിൽ വരുമ്പോൾ 1 മിനിറ്റ് ആയിട്ട് കുറച്ചുകൂടെ അനുകൂലം നിങ്ങൾക്ക് കൂടും. 3 റൗണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ള എൻ്റെ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം ഉത്തരങ്ങളിലൂടെ കാണണം. ഇവിടെ ഇരിക്കുന്ന സ്ക്രാച്ച് ചെയ്തിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് സ്വാഭാവികമായിട്ട് ഒരു റൗണ്ടിൽ 2 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുക. അതിൽ 2 കാർഡുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് സ്ക്രാച്ച് ചെയ്യുന്ന എമൗണ്ടിലൂടെ ആയിരിക്കും തുടങ്ങുക. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ ഫേസ് ടു ഫേസ് ആയിരിക്കും. ആൻഡ് ഫൈനൽ റൗണ്ടിലെ നിങ്ങളുടെ ഉള്ളിലെ എഴുത്ത് മാത്രം പോരെ, വരയും കൂടി അല്ലെ? എഴുത്തും ഡാൻസും മാത്രമല്ല, വരയും കൂടി കാണാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. റെഡി? സോ നമുക്ക് പോയാലോ? പോവാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുന്ന കാർഡ് കയ്യിൽ വെച്ചോളൂ. ഒരു കാർഡാണ് എടുക്കാൻ പറ്റും. ഒരു കാർഡ്, ഒറ്റ കാർഡ് എടുത്തോ. നിങ്ങൾ 2 അല്ല, 1. റെഡി? എന്താകുമ്പോ എനിക്ക് നിന്റെ തല ഇടാമല്ലോ. കിട്ടിയാലും പറയണം അല്ലേ? അപ്പൊ കാർഡ് ഉണ്ട് ആൻഡ് ടോയിനും അടുത്തുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. ആൻഡ് സിനിമ ഇനി ഇവിടെ അങ്ങോട്ട് ഷോർട്ട് മൂവീസും അല്ലെ അത്തരത്തിൽ കണ്ടു. എപ്പോഴാണ് അനന്തു സിനിമയിലോട്ടുള്ള രംഗപ്രവേശം? സിനിമയിലേക്ക് ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഫോർച്ചുനേറ്റ്ലി 2 പ്രൊഡ്യൂസേഴ്സിനടുത്ത് കഥ പിച്ച് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഫസ്റ്റ് ലെവൽ ഒരു ഡിസ്കഷൻ കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് ഡിസ്കഷനിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇന്ന സമയം എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ നമുക്കിത് അനിശ്ചിതത്വത്തിന്റെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും പറയുന്ന അതേ ഡയലോഗ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ ആരെങ്കിലും ഒരാൾ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷ ബാക്കിലൂടെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടിന് വിജയം കണ്ടെത്തുമ്പോൾ കുറച്ചുകൂടി മധുരം കൂടും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉള്ള ആളുകളെല്ലാം അങ്ങനെയാണല്ലോ കയറി വരുന്നത്. അവർ എത്ര വർഷം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടൊക്കെ നിന്നിട്ടാണ് അവർ കയറി വരുന്നത്. ഒരു എയ്ഡായിട്ട് വർക്ക് ചെയ്തിട്ട് കയറും, അത് ഡയറക്ട് എന്നുള്ള രീതിയിലേക്ക് ഡെബ്യൂ മൂവി ഡിപ്പെൻസ്. കാര്യം നമ്മുടെ ഇൻഡസ്ട്രി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കയറി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. AD അല്ലാതെ വർക്ക് ചെയ്തിട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതേസമയം പുറത്തേക്കുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ലോകേഷ് കനകരാജ് ഒക്കെ കയറി വന്ന്. അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പൊ പള്ളിച്ചട്ടമ്പി പടം റിലീസായി. ഞാൻ ഡിജോ സാറോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച സമയത്ത് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞത്
പറഞ്ഞതും സാറേ ഞാൻ എങ്ങനെ AD ആയിട്ട് ചെയ്യണോ, എനിക്ക് ജോലി കിട്ടിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ AD ആവണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിനെ പറഞ്ഞു നീ AD ഒന്നും ആവാൻ നിൽക്കണ്ട, നീ സിനിമ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ ആരുടെ AD ആയിട്ടാണ് ഞാൻ കയറി വന്നത്, നീ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം എനിക്ക് തന്ന ഒരു ഇത്. അതേസമയം ധ്യാൻ ചേട്ടനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഒരു ലൊക്കേഷൻ റൺ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ സെറ്റിൽ നമ്മൾ പോകണം. കാരണം നമുക്ക് സിനിമയെ പറ്റി അറിയായിരിക്കും, പക്ഷേ സെറ്റ് റൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി. അപ്പോൾ അതിന് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കണം. രണ്ടിനകത്തുള്ള ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വഴിയെ തിരശ്ശീലയിൽ കാണും അല്ലെ, കഥാ സംഭാഷണം സംവിധാനം അനന്തു എന്നുള്ളത് കാണട്ടെ. സോ ഫസ്റ്റ് ചോദ്യം അങ്ങനെ തന്നെയാവട്ടെ, കാരണം ഒട്ടേറെ മലയാള അല്ലെ ഡയറക്ടേഴ്സ് നമുക്ക് കണ്ടിട്ടുണ്ട്, ഹിറ്റ് മേക്കേഴ്സ് ഫിലിം മേക്കേഴ്സ് ആയിട്ട് നമ്മൾ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ ആദ്യത്തെ അവസരം, ആദ്യത്തെ ഭാഗ്യപരീക്ഷണം ചോദ്യം ഇതാണ്. നിങ്ങൾക്കുള്ള സമയം 30 seconds ആണ്. സോ മലയാളത്തിൽ 2024-25 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള 5 ഡെബ്യൂ ഡയറക്ടേഴ്സിന്റെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യമായിട്ട് തന്നെ വാഴ 2 പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ജിത്തു അഷ്റഫ് ഏട്ടൻ. പിന്നെ ഇപ്പൊ സംഭവം ഷോർട്ട് ഫിലിമിന്റെ ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ ജിത്തു അദ്ദേഹം ഉണ്ട്. പിന്നെ അധ്യായം 1. പിന്നെ ആനന്ദ് ഉണ്ട്, ആട്ടം സിനിമയിൽ ആനന്ദ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ മനു സുരാജ് പടക്കളം. ഞാൻ ചെയ്യണോ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഭാഗ്യ നിർഭാഗ്യം എന്നുള്ളത്, പക്ഷെ ഇത് അക്ഷരാർത്ഥത്തിൽ രണ്ടും ഉണ്ട്. കാരണം ഓൾഗോൺ ആണ്, ഒന്നും കിട്ടിയില്ല, എല്ലാം പോയി. പക്ഷെ ഇത് ഭാഗ്യമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാനൊന്നുമില്ല, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് എന്ത് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ ആദ്യമേ തന്നെ ഓൾഗോൺ കിട്ടിയുള്ളതുകൊണ്ട് തന്നെ ശരിക്കും അല്ലെ ഇതിലൊരു ഭാഗ്യമുണ്ട്. കാരണം ഇനി എത്ര നേടിയാലും പോവും എന്നുള്ള പേടി വേണ്ട, പകുതി പോവും. മൊത്തം പോകുന്ന ഒന്നേ ഉള്ളൂ, പക്ഷെ പകുതി വരെ പോവാം. പക്ഷെ അതുപോലെ തന്നെ ഇരട്ടിയാവാനുള്ള കാർഡുണ്ട്. വലിയക്കങ്ങൾ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇതുപോലെ എടുക്കണം. ആദ്യത്തെ അവസരത്തിലെ ഉത്തരം ശരിയായിരുന്നു. നമ്മൾ ഉത്തരം ശരിയായതുകൊണ്ട് ഭാഗ്യം വന്നു എന്നുള്ളത് പറയാനും പറ്റില്ല എന്നുള്ളത് ഏകദേശം ബോധ്യമായിട്ടുണ്ടോ അല്ലെ? ഓക്കെ, അപ്പൊ അതെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ കൂടി നമ്മൾ പോയിട്ടിരിക്കുന്നു. റൈറ്റ്? യെസ്. അപ്പൊ നമുക്ക് എത്രയാണ് ഭാഗ്യം? ഇതേപോലെ എല്ലാം നഷ്ടപ്പെടുവോ, പോവാനുള്ളതാണോ, കിട്ടാനുള്ളത് കൂടി നമുക്ക് നോക്കാം. റെഡി? ഓക്കെ, ഇനി പഴി അനന്തൂനാണ്. അതെ. അപ്പോൾ സിനിമകൾ, മലയാള സിനിമ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, പുതുമുഖങ്ങൾ വന്ന്, അത് ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും വന്ന് 200 കോടി അടിച്ച് അല്ലെ ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോഴും ഭയങ്കര സ്റ്റാർ വാല്യൂ, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും ഒരു സിനിമയ്ക്ക് ഭയങ്കര അനിവാര്യമാണെന്നുള്ളത് പറയാനുണ്ട് അല്ലെ, അതിന് പറയാൻ പറ്റില്ല എന്നുള്ളത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയും. പക്ഷെ രണ്ടാമത്തെ ചോദ്യം പോകുന്നത് അതിലോട്ടല്ല. മലയാളത്തിൽ എണ്ണം പറഞ്ഞ കുറേ അധികം ചൈൽഡ് ആർട്ടിസ്റ്റുകളുണ്ട്. സോ ചൈൽഡ് ആർട്ടിസ്റ്റ് സെൻട്രൽ ക്യാരക്ടേഴ്സായി വന്നിട്ടുള്ള 5 സിനിമകളാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വളരെ മനോഹരമായ ചോദ്യം. മൈൻഡിൽ കുട്ടിച്ചാത്തൻ. റൈറ്റ് ആൻസർ. പിന്നെ ഫിലിപ്സ് ഫിലിപ്സ് എന്ന് പറഞ്ഞൊരു സിനിമ. ഫിലിപ്സ് രണ്ട് ഉത്തരങ്ങൾ വന്നിട്ടുള്ളൂ. നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നും കിട്ടുന്നില്ല. ചൈൽഡ് ആക്ടേഴ്സ് പെട്ടെന്ന് അലച്ച് കിട്ടും. 4, 3 മലയാളത്തിലെ സൂപ്പർ ഹീറോ ചിത്രം അലച്ച് കിട്ടും. 2, 1 ഫസ്റ്റ് സൂപ്പർ ഹീറോ മൂവി ഏതാ മലയാളത്തിലെ? അടിയെ കുടിച്ചാതല്ലേ കഴിഞ്ഞ അത് കഴിഞ്ഞ സൂപ്പർ ഹീറോ മൂവി. ഒരു ചൈൽഡ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ പരിവേഷം വന്നിട്ടുള്ള ഏതായിരുന്നു? മിന്നൽ മുരളിക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചത് ഏതായിരുന്നു മലയാളത്തിലോ? ഇന്ന് ആ പയ്യൻ വളരെ വലുതായി, ഒരു ആക്ടറിന്റെ മകൻ കൂടിയാണ്. കാവ്യമതിനൊപ്പം ദിലീപേട്ടൻ ചെറുപ്പത്തിലേ അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും ആദ്യ റൗണ്ട് 2 ചോദ്യങ്ങൾ, ഒരു ഉത്തരം ശരിയായിരുന്നു. പക്ഷെ കാർഡിൽ ഭാഗ്യം തുണച്ചില്ല. രണ്ടാമത്തെ ഉത്തരം സമയത്തിനനുസരിച്ച് അവർക്ക് പറയാൻ സാധിച്ചില്ല. അപ്പം ആദ്യത്തെ റൗണ്ട് ജസ്റ്റ് മിസ്സായെങ്കിലും 2 റൗണ്ടുകളിലൂടെ ഒരു കംബാക്ക് നടത്തുമെന്ന പ്രതീക്ഷയിലാണ്. ട്രയൽ റൺ നടത്തിയ പോലത്തെ ഒരു ഫീലാണ് നിൽക്കുന്നത്. അതെ, ഇവിടുത്തെ ചൂടുണ്ട്, എല്ലായിടത്തെ ചൂടുണ്ട്. അപ്പൊ ഓൾറെഡി കാർഡ് ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ പോകണം. അപ്പൊ ആ സ്ക്രാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം. ആ കാർഡിൽ ഭയങ്കരമായിട്ട് വിശ്വാസം പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ കാർഡായിട്ട് മുന്നോട്ട് പോവാം. ഇല്ല, അത് ഭാഗ്യമില്ല, ഉത്തരം പറയാൻ പറ്റിയില്ല എന്നൊരു തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത കാർഡ് ഞാൻ തരാം. ഏത് വേണം? അപ്പൊ കാർഡിൽ വിശ്വസിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇല്ല, പിന്നോട്ടില്ല. ആ കാർഡ് മാറ്റി തന്നെ മുന്നോട്ട് പോകണം. കിട്ടിയാലും പോയാലും അല്ലെ? യെസ്, അതെ. അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ റൗണ്ട് നിങ്ങളിലൂടെ തന്നെയായിരിക്കും നിങ്ങൾക്കുള്ള ക്ലൂ തരിക. ഫേസ് ടു ഫേസ് ആയിരിക്കും, മൂവി ഡയലോഗ് ആയിരിക്കും.
ആ ഡയലോഗിലൂടെ മൂവ് ചെയ്താണുള്ളത് ഗസ് ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഈക്വൽ പരിപാടിയാണ്, മുഖത്തോട് നോക്കിയുള്ള പരിപാടി ഇല്ല. ഓക്കെ, രണ്ടുപേരും ഇവിടെ നിന്നായിരിക്കും മത്സരിക്കുക. അപ്പൊ ആദ്യം ആരാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്? ഒന്ന് മനസ്സിൽ വായിച്ചോളൂ, ഉറക്കെ വായിക്കാറാണ് ഞാൻ പറയാം. റെഡി? ക്ലിയർ ആയി? ഓക്കെ, ആ സീനൊക്കെ മനസ്സിൽ വന്നല്ലോ. ഇനി വായിക്കാലോ? ഓക്കെ, റെഡി? എന്തു കേൾക്കാൻ റെഡി ആണല്ലോ? ഇപ്പൊ 1 മിനിറ്റ് ആണെന്നുള്ളത്. സമയം കുറച്ച് ഇരട്ടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്രയും ആലോചിച്ച് മുമ്പ് സമയം പോയിക്കൊണ്ടിരിക്കും എന്നതുകൂടെ മനസ്സിലുണ്ടാവുക. സോ റെഡി സെറ്റ് ഗോ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി നമ്മൾ ചില സർപ്രൈസുകൾ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്ന ആ പ്രകാശം ഉണ്ടല്ലോ, അതിന്റെ ഒരു രസത്തിലും ത്രില്ലിലും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കൂടുതലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചു പോയാൽ അത് ചിലപ്പോൾ കുഴപ്പത്തിലാവും. മലയാളത്തിൽ എണ്ണം പറഞ്ഞ അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ്. പഴയ പടമാണോ പുതിയ പടമാണോ? പുതിയ പടമല്ലേ? കേട്ടിട്ടുണ്ട് ഈ ഡയലോഗ്. ആസിഫ് അലിയുടെ പടമാണോ? അല്ല. സിനിമകൾ ആലോചിക്കാൻ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പകുതി സമയം. ഇവിടെ വേറെ കഥകളൊന്നുമില്ല, ഡാൻസ് പരിപാടി ഇവിടെ ഇല്ല. അറിയാം, കാട് പേര് പിടിക്കണം, ബുദ്ധിപരമായി നീക്കാണല്ലേ. ഓക്കെ, ആൻഡ് മലയാളത്തിന്റെ യൂത്ത് സ്റ്റാറിന്റെ പടമാണ്. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അതുപോലെ ആവാൻ കുതിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ പടമാണോ? അല്ല. അല്ല. ഇദ്ദേഹത്തിന്റെ ഫാദറും ഒക്കെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർസ് ആണ്. പടമാണോ? സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുണ്ടാണോ? അല്ല. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5 ചാർലി 4 ഉറപ്പിക്കാവോ? ഇങ്ങനെ ആക്കി കഴിഞ്ഞാലോ. യെസ്, അപ്പൊ എനിക്ക് തോന്നുന്ന ഡയലോഗ് എപ്പോഴും എനിക്ക് തോന്നുന്ന എന്തൊരു ട്രാക്ക് പിടിച്ചിട്ടുള്ള ഒരു ഡയലോഗാണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. അതെ, ബാക്കിയുള്ള ഒരു ട്രാക്ക് ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും കാർഡ് അവിടെ ഉണ്ട്, നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. എല്ലാം നഷ്ടപ്പെട്ട് നേടി തുടങ്ങുന്ന സമയം കൂടിയാണ്. എന്തോ ഉണ്ട്, കനത്തിൽ എന്തോ ഉണ്ട്. അങ്ങനെ പോരാ. അപ്പൊ തുടക്കം ഒട്ടും മോശമാക്കിയിട്ടില്ല അല്ലെ? ഓൾറെഡി എല്ലാം നഷ്ടപ്പെട്ടത് ഒന്നുമില്ലാത്തപ്പോ ആയിരുന്നു എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ നേടി തുടങ്ങുമ്പോ അല്ലെ, അത് നാലക്കത്തിലൂടെ തന്നെ നേടി തുടങ്ങിയിട്ടുണ്ട്. സോ 1K അടിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുറെ കേകൾ ഇനി കൂടി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ ഈ ട്രാക്ക് തന്നെ മുന്നോട്ട് പോകണം. റെഡി? സോ അടുത്ത കാർഡ് വരട്ടെ. നീ എടുത്തു. അയ്യോ, ഹാഫ് ഗോൺ എടുത്താൽ മതി. ഡബിളപ്പ് ആവാം അല്ലെ? അപ്പൊ എന്തായാലും രണ്ടാമത്തെ കാർഡ് കൂടെ അല്ലെ നിങ്ങളുടെ അടുത്തുണ്ട്. ഇനി അത് സ്ക്രാച്ച് ചെയ്തിട്ട് ആ സ്ക്രാച്ച് ചെയ്യണമെങ്കിൽ ഉത്തരം കൂടി കറക്റ്റ് ആവണം. ഇനി ആ ഉത്തരം കറക്റ്റ് ആവണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? ഡയലോഗ് പറയണം. ഓക്കെ, അപ്പൊ നേരത്തെ വായിക്കേ വേണ്ടു, ഇനി വായിക്കുന്ന ഉത്തരം കറക്റ്റ് ആക്കി അല്ലെ പറയുകൂടെ വേണം. റെഡി? സോ ശിവരഞ്ജിനി, ആ ഡയലോഗ് കേൾക്കുന്ന സമയത്ത് ആലോചിച്ചോ. റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തമ്പിസാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ, കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂലെന്ന് പറഞ്ഞപ്പോ പാവ അദ്ദേഹം കഴിച്ചത്. പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിക്കാവോ? എനിക്കറിയാം, കല്യാണരാമൻ. പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിക്കുക, അത് കിട്ടിക്കാണോ? അതെ, അതിലാണ് ഏതിലാ ഡയലോഗിൽ കിട്ടിയേ? തമ്പിസാറ് അത്രയും അല്ലെ അങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മൊത്തം വായിക്കണമായിരുന്നോ? ഇല്ല, കുഴപ്പമില്ല. റൈറ്റ് ആൻസർ വന്നാൽ മതി. റൈറ്റ് ആൻസർ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഴുവൻ ഡയലോഗ് വരണമെന്നില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതിനൊക്കെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ ഞാൻ പറയണല്ലോ. അപ്പൊ സ്ക്രാച്ച് ചെയ്ത് നോക്കാം. റെഡി? സോ 1K ഇനി അവിടെ പോവാം, ഒരുമിച്ച് സ്ക്രാച്ച് ചെയ്യാം. ആ 1000 എന്നുള്ളത് ഇനി പ്ലസ് 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 ആയിക്കോട്ടെ. എന്തും എല്ലാ ചെറുതും വലുതാണ്. അതെ, നമുക്ക് 2 കയറ്റിറക്കങ്ങളൊക്കെ വേണം അല്ലേ? അപ്പൊ എന്തായാലും 1000 കിട്ടി തുടങ്ങി എന്ന നാളത്തിന് ശേഷം അല്ലെ അനന്തു ശിവരഞ്ജൻ നേടിയിരിക്കുന്നു 50 അല്ലെ 50 രൂപ.
1050 നിൽക്കുകയാണ്. നാലക്കത്തിൽ നിന്ന് ഒറ്റടിക്ക് രണ്ടൊക്കെ ആരായിരുന്നു ഈ കാർഡ് എടുത്തത്? പക്ഷെ കാർഡ് എടുത്തത് ഞാൻ തന്നെയാണ്. 5-6 പ്രാവശ്യം എടുത്തു. അപ്പൊ എന്തായാലും രണ്ടക്കായാലും നാലക്കായാലും കൂടിന് ചെയ്തിട്ടുള്ളൂ അല്ലെ, നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെടാനുണ്ടായ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ആൻഡ് ശിവരഞ്ജിനി, നമ്മൾ ഡാൻസ് കുറിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞു. ഡാൻസറാണ്, ഡാൻസ് ടീച്ചറാണ്. പക്ഷെ ശരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടിയല്ലാതെ അല്ലെങ്കിൽ കലോത്സവ വേദിക്ക് വേണ്ടിയല്ലാതെ ഇതിനൊന്നല്ലാതെ ഒരാൾ എന്തിനു ഡാൻസ് പഠിക്കണം ചോദിച്ചെന്ത് പറയും? ആഗ്രഹത്തിന്റെ പുറത്ത് ഇതൊന്നും അതല്ലാതെ ഒരു ഡാൻസ് പഠിക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷേ ഗുണം ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ബോഡി ഭയങ്കരമായിട്ടും. അത് വേറെ ബോഡി ഭയങ്കര ഇതിലൊന്നു പകുതി വാക്ക് പിന്നെ അവിടുന്ന് കൂട്ടി കഥകളി കളിക്കാറത് അവിടെ ഒരു കടത്തോണ്ടാണ്. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടാവും. ആ ക്ലോസ് ഒന്ന് വെച്ചേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ഗുണങ്ങളില്ലേ? ഞാനിത് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, നവരസങ്ങളൊക്കെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഒരു അവസരം കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെയാവാം, പിന്നത്തേക്ക് വെക്കേണ്ടതില്ല. ഒരു 3-4 പറയുകയാണെങ്കിൽ ഏതായിരിക്കും ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സാധനം? ശൃംഗാരം. വീട്ടില് കാണൂലോ അല്ലെ? ഇപ്പൊ എങ്ങനെ കാണിക്കുക? മോൻ കൊണ്ട് കാണിക്കുക. കാണിക്ക ഒരു മിനിറ്റ്. അതെ, ഇടയ്ക്ക് വെച്ചിട്ട് എന്താ ഇത് ഞങ്ങളോ ചിരിച്ചില്ല ഒറ്റയ്ക്ക് അല്ലെ? ഞങ്ങൾ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതെ, രൗദ്രം കാണിക്കും. രൗദ്രം ഇടക്കിടക്ക് വീട്ടിൽ വരുന്നതായിരിക്കും. ഭയാനകം. അപ്പൊ എന്ത് സംഭവം കയ്യിലിരിക്ക് അല്ലെ? ഫീമെയിൽ സെൻട്രിക് സബ്ജക്ട് വരുന്ന സമയത്ത് അല്ലെ ധൈര്യമായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ 2 റൗണ്ട് കഴിയുമ്പോൾ 1050 രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തിരിച്ചുവരവിന്റെയും നേട്ടത്തിന്റെയും ഒക്കെ 3ാമത്തെ റൗണ്ടിലേക്ക് കൂടി നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇനി വര കൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്ററിന്റെയും ഡാൻസറിന്റെയും ഉള്ളിലെ അല്ലെ വര കൂടെ പുറത്തോട്ട് വരാനുള്ളതാണ്. തലവര എത്രത്തോളം ബോർഡിൽ കൂടെ തെളിയുന്നുള്ളത് നമുക്ക് നോക്കാം. റെഡി? യെസ്. അപ്പോൾ എന്തായാലും 2 കാർഡ് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കിട്ടി. അതിൽ ഓൾറെഡി 1050 പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ടൊരു കാർഡ് കൂടെ സെലക്ട് ചെയ്തോളൂ. ആരാ വരാൻ പോകുന്നത്? ഞാൻ ആദ്യം പോയി തോറ്റിട്ട് വരാം. ഇതില് ഞാനൊന്നും നീന്നൊന്നും ഇല്ല. ആര് തോറ്റാലും നമ്മളാണ് അല്ലെ? ആര് ജയിച്ചാലും നമ്മൾ ജയിച്ചു. പരിപാടിയാണ്. ഓക്കെ. അപ്പൊ ആരാ? വീണ്ടും ഭയങ്കര കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടിയില്ല. ഞാനൊക്കെ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. യെസ് പ്ലീസ് വാ. യാ. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ക്ലൂ ആണോ? ഓക്കെ. ഇനി എങ്ങനെ ഇത് വരച്ച് അനന്തുവിനെ ബോധ്യപ്പെടുത്താം, ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. സിനിമ പേര് അവിടെ വരയ്ക്കരുത്. ഭയങ്കര എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെ ഭയങ്കര എളുപ്പമായിക്കോട്ടെ എന്ന് ചെയ്യും. അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. ആ സിനിമയിലേക്കുള്ള ക്ലൂ ആണ് നമുക്ക് പോകേണ്ടത്. റെഡി? ഓക്കെ, റെഡിയാണ്. അനന്തുവിന് ഇങ്ങനെയാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കാം. അതിനാണ് അല്ലെന്ന് മാത്രം പറയാം. അല്ലാതെ വേറെ ഉത്തരങ്ങളോ ക്ലൂകളോ വേർബിൽ പറയരുത്. റെഡി? അപ്പൊ വരച്ചോ. ജനല്. ഭയങ്കര ബുദ്ധിപരമായി നീക്കണം. ആ ബുദ്ധി നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സംഭവം കൊള്ളാം. പക്ഷെ ആ ക്ലൂ അടിപൊളിയാണ് എന്നുള്ളത് പറയാതെ വയ്യ. വാഴ. വാഴയല്ല. ആ നടുക്കിലെ വരച്ച സാധനം ഗംഭീര ക്ലൂ ആണ്. അത് അതിന് മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. റൈറ്റ്? റെക്കോർഡാണോ? റെക്കോർഡിൽ ഉണ്ടാവാറുണ്ട്. ആണോ? അല്ലാതെ അത് എന്താ സെൻട്രൽ കാണാറുള്ളത് കൂടുതലും? എലിയാണോ? സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പട്ടി, പൂച്ച, ആട്. ഉറുമ്പാണ്. അതെ, എനിക്കറിയില്ല. പണ്ട് കൊണ്ടുവന്നിരുന്നു മിഠായി 2 സൈഡില് ഉള്ളത് അല്ലേ? സോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5 4 3 2 1. നിനക്ക് ഇങ്ങനെ വരച്ചുള്ള ബുക്ക് നീ പൊതുവെ എവിടെ കാണാറ്? എടാ അതാ ഓട്ടോഗ്രാഫ് ഉണ്ട്, മറ്റേ സ്പൈറൽ ബൈൻഡിങ് ഉണ്ട്. കുറച്ചുകൂടെ എഴുത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എഴുതുന്നത് എന്തായിരിക്കും? അത് സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അല്ലാത്തവർ എഴുതുന്നത് എന്തായിരിക്കും? ഡയറി. ഞാൻ ആലോചിക്കേ ഡയറി കുറിപ്പ്, CBI ഡയറി കുറിപ്പോ? അല്ലാതെ മലയാളത്തിന്റെ ഒരു ബ്രാൻഡ് ഡയറക്ടറിന്റെ സിനിമയായിരുന്നു, LJP യുടെ ആയിരുന്നു.
അങ്കമാലി ഡയറീസോ? അല്ല ഇതെന്താ ഞാൻ ഡയറി പറഞ്ഞായിരുന്നല്ലോ. ഭാഗ്യത്തിലേക്കുള്ള ഒരു ചോദ്യം കൂടി മൂന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സോ ആ കാർഡ് വെച്ച് മുന്നോട്ട് പോകണം. അതിൽ പുതിയ കാർഡ് വേണം. ഏതാണ്? മുമ്പോട്ട് പോവാം, മുന്നോട്ട് പോവാം. ആ കാർഡിൽ വിശ്വസിക്കുന്നു വേണ്ട? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആള് വരാൻ പോകുന്ന ഇവിടെയാണ്. സോ അന്തു വരൂ. എന്നെ ഐശ്വര്യമായിട്ട് അവിടെ കിടക്കുന്ന പന്നീൻ മായ്ക്കൂ. സൂപ്പർ. ഓക്കെ, റെഡി? എന്ത് ക്ലൂ കൊടുക്കാന്ന് ആലോചിക്കാം. ലെഫ്റ്റിലോട്ട് നിൽക്കാം. അക്കങ്ങൾ വരയ്ക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, അക്കങ്ങളും അക്ഷരങ്ങളും ഇല്ല. ക്ലിയർ ആണ്? പോവാലോ അല്ലേ? യെസ്. സോ അന്തു റെഡിയാണ്? വിട്ട് റെഡിയാണോ? യെസ്. സോ 3, 2, 1 here we go. ലാബ്. Oh, yeah, മോനെ. Okay. മരിച്ചു. ഇത് മറ്റേ കഥകളില്ല കേട്ടോ. ഓക്കെ, ഓക്കെ, ഫോറൻസിക്. റൈറ്റ് ആൻസർ. അത് പൊളിച്ചു. ആ ലാബിൽ പിടിക്കാൻ പറ്റുമെന്നുള്ള സാധനം വരച്ച് കൃത്യമായിട്ട് വന്ന് പറഞ്ഞാളുടെ കഴിവാണെന്നല്ലേ? ഓക്കെ, ഇത് ആരെ കഴിവ്? വരച്ചേല് വേണം, പറഞ്ഞാലാണ് അല്ലേ? വരയിലല്ല പ്രശ്നം. ഓക്കെ, അപ്പൊ എന്തായാലും കിടലായിട്ട് വരയിൽ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ട്രാക്ക് കറക്റ്റ് ആയിരുന്നു. സോ സ്ക്രാച്ച് ചെയ്യാം. ഡബിൾ അല്ലേ? അക്കങ്ങളെല്ലാം അക്ഷരങ്ങളാണ്. തീർച്ചയായിട്ടും അല്ലെ, തുടക്കം ഓൾഗോണിൽ അടിച്ചു തുടങ്ങിയതാണ്. ആൻഡ് ഡെവലപ്പ് ആണ്. ഓൾറെഡി ഉള്ള എമൗണ്ട് ഇരട്ടിയാവും. ഉള്ളത് 1050 ആണ്. ഒറ്റടിക്കത് 2100 മാറിയിട്ടുണ്ട്. സെക്കൻഡ് പൊളി. അപ്പൊ എന്തായാലും 3 റൗണ്ടുകൾ, 6 അവസരങ്ങൾ അല്ലെ? ലൈഫിൽ കുറേ സമയങ്ങളിൽ അവസരങ്ങളിലൂടെയും ഭാഗ്യ നിർഭാഗ്യങ്ങളിലൂടെ ഒക്കെ പോയിട്ടുണ്ടാവും. ഇത് ശരിക്കും നമ്മൾ അങ്ങനെ കണ്ടു അല്ലെ? കയ്യിൽ വന്നു, എന്നിട്ട് പോയി, കിട്ടാതിരുന്നു, കിട്ടിയപ്പോ എന്നുള്ള രീതിയിലേക്ക് അല്ലെ എമൗണ്ടുകൾ വന്നു. അവസാനത്തെ ഊഴം എപ്പോഴും നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ അത് ഏറ്റവും കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ചാൻസ് അവസാനത്തെ ആയിരുന്നു. ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. അതിൽ കുറച്ച് ഇരട്ടിയാക്കാൻ പറ്റി എന്നുള്ളതാണ്. എനിക്കുള്ള ഗംഭീര വരകളും പറ്റി അല്ലേ? അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും അല്ലെ 2100 എന്നുള്ള ക്യാഷ് പ്രൈസ് മാത്രമല്ല, നിങ്ങൾക്ക് സൺ സൂര്യ കോമഡിയുടെ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ ഞങ്ങൾ തരും. സോ റെഡി? തരട്ടെ? അപ്പോൾ ആരോഗ്യവും സൗന്ദര്യവും ഒരുപോലെ സംരക്ഷിക്കാൻ റോയൽ ട്രീ ഒലിവ് ഓയിലിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. നല്ല പാചകം, കൃത്യമായ രുചിക്കൂട്ട്, ഓരോ ദിവസവും നാടൻ രുചിക്കൂട്ടുകൾക്ക് ഗുഡ് നെസ്റ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ. ഈ ആരോഗ്യ സൗന്ദര്യം ഒരുമിച്ചെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സന്തോഷമുണ്ടായിരുന്നു. പാചകം വന്നപ്പോൾ അത്ര കിട്ടുകയല്ലേ? അപ്പൊ എന്തായാലും അല്ലെ, ഭാഗ്യം നിർഭാഗ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും കണ്ടു. അപ്പോൾ ഇനി ഭാഗ്യം കാണേണ്ടത് രണ്ടുപേരും ആഗ്രഹിക്കുന്ന പോലെ സിനിമയിലാണ്. അപ്പോൾ അനന്ത് എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അല്ലെ നായികയായിട്ട് കാണാലോ അല്ലെ? ഇപ്പൊ ഡീലാക്കി വേണമെങ്കിൽ ഇതാകുമ്പോ എല്ലാവരും കാണും. കമ്മിറ്റ് ചെയ്തു, ഇപ്പൊ തന്നെ കമ്മിറ്റ് ചെയ്യിപ്പിച്ചോ. അന്തുവിന്റെ ആദ്യത്തെ പടത്തിലെ അല്ലെ ഉണ്ടാവും. അപ്പൊ ഇവിടെ അതൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് റിലീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കട്ടിടാം. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവ ബഹുലമായിട്ടുള്ള ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും ഭാഗ്യ നിർഭാഗ്യങ്ങൾ തേടി വരുന്ന അടുത്തൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. ഇതുപോലെ കുറേയേറെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട്. അപ്പൊ അതുവരേക്കും